അസ്സലാമു അലൈക്കും. എത്ര വലിയ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണെങ്കിലും ശരി, മലയോളം കുന്നോളം കടമുണ്ടെങ്കിലും ശരി, അതൊക്കെ വീട്ടിൽ കിട്ടാനുള്ള ഒരു എളുപ്പമാർഗം മഹാനായ അലിയാർ തങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹ. ഞാൻ ഇൽമിൻ്റെ വലിയ പട്ടണമാണ് എങ്കിൽ അതിലേക്ക് കടന്നു വരേണ്ട കവാടം മഹാനായ അലിയാർ തങ്ങളാണ് എന്ന് ഹബീബായ നബി തങ്ങൾ തന്നെ പരിചയപ്പെടുത്തിയ മുത്തുനബി തങ്ങളുടെ മരുമകനായ ഫാത്തിമ ബീവിയുടെ പ്രിയപ്പെട്ട ഭർത്താവായ, അതിനൊക്കെ അപ്പുറം അമീറുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട മഹാനായ അലിയാർ തങ്ങൾ പറഞ്ഞു തരുന്ന മഹത്തായൊരു മാർഗം, ഒരു 4 സൂറത്തുകളും അതിനുശേഷം ചെയ്യേണ്ട മഹത്തായൊരു ദുആയും നമുക്കൊന്ന് കേട്ടു നോക്കാം ചുരുങ്ങിയ സമയം കൊണ്ട്. അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പകർന്നു തന്ന ദീൻ നമ്മളിലേക്ക് എത്തിച്ചു തന്നത് മഹാന്മാരായ സ്വഹാബത്താണ്. ആ സ്വഹാബത്തിൽപ്പെട്ട അഗ്രഗണ്യനായ വ്യക്തിയാണ് മഹാനായ അലിയാർ തങ്ങൾ. ആ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറഞ്ഞു തരികയാണ്, ആരെങ്കിലും ഒരാൾ എല്ലാ ദിവസവും ഈ പറയുന്ന സൂറത്തുകൾ പാരായണം ചെയ്തു, അയാൾക്ക് കുറേ കടങ്ങളുണ്ട്, അയാളുടെ ജീവിതത്തിൽ ഒരുപാട് കടങ്ങളുണ്ട്, കടങ്ങൾ എങ്ങനെയും വന്നതായിക്കൊള്ളട്ടെ, ഏതു രൂപത്തിലും വന്നതായിക്കൊള്ളട്ടെ. നമ്മെ സംബന്ധിച്ചിടത്തോളം പല ആളുകളും ബാങ്ക് ലോണ് കാരണം ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, അല്ലേ? പലിശയിൽ കുടുങ്ങി കഴിയുന്ന ആളുകളുണ്ട്. അതൊക്കെ ഒന്ന് വീട്ടിൽ കിട്ടണമെന്ന് ആഗ്രഹിച്ച് പെട്ടുപോയ ആളുകളുണ്ട്. അവർക്കൊക്കെ അത് വീട്ടിൽ കിട്ടാനുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ്, ഒരു ഏറ്റവും നല്ലൊരു വഴിയാണ് പരിശുദ്ധമായ ഖുർആനിൻ്റെ ചില സൂറത്തുകൾ. ഈ ഒരു സൂറത്ത് ഓതിയതിനു ശേഷം ഈ പറയുന്ന ദുആയും കൂടെ ചെയ്യണം ഇൻഷാ അല്ലാഹ്. മഹാനായ അലിയാർ തങ്ങൾ പറയാം, എല്ലാ ദിവസവും ആരെങ്കിലും മൻ ഖറഅ കുല്ല യൗമിൻ സൂറത്തുൽ വാഖിഅ, എല്ലാ ദിവസവും സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്തു. അതിനുശേഷം വയാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുസമ്മിൽ എന്ന സൂറത്തുൽ മുസമ്മിൽ പാരായണം ചെയ്തു. ഏതൊക്കെ? സൂറത്തുൽ വാഖിഅ, അതുപോലെ രണ്ടാമത്തെ സൂറത്തുൽ മുസമ്മിൽ പാരായണം ചെയ്തു. വല്ലൈലി, സൂറത്തുൽ ലൈൽ പാരായണം ചെയ്തു. വല്ലൈലി ഇദാ യഗ്ഷ വന്നഹാരി ഇദാ തജല്ല, ചെറിയ സൂറത്താണ്, ഈ ഒരു സൂറത്ത് പാരായണം ചെയ്തു. അതിനുശേഷം വ അലം നഷ്റഹ് എന്ന സൂറത്ത് പാരായണം ചെയ്തു. അപ്പോൾ 4 സൂറത്തുകൾ, സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ മുസമ്മിൽ, സൂറത്തുൽ ലൈൽ, സൂറത്തു അലം നഷ്റഹ്, സൂറത്തുൽ ഇൻഷിറാഹ്. ഈ ഒരു 4 സൂറത്തുകൾ ഒരാൾ പാരായണം ചെയ്തു, എല്ലാ ദിവസവും പാരായണം ചെയ്തു. അതിനുശേഷം കുല്ല വാഹിദത്തിൻ മിൻഹ, ഇതിൽ നിന്നുള്ള എല്ലാം ഓരോന്നും പാരായണം ചെയ്യണം. ഏതെങ്കിലും ഒരെണ്ണമല്ല, മറിച്ച് ഇതിൽ നിന്നുള്ള ഓരോ സൂറത്തുകളും പാരായണം ചെയ്യും. 4 സൂറത്തും എല്ലാ ദിവസവും പാരായണം ചെയ്യണം. എന്നാൽ ഖുദിയ അൻഹു ദൈനുഹു, ആ വ്യക്തിയെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ദൈൻ, കടം നീക്കി കൊടുക്കുന്നതാണ്, കടം വീട്ടി കൊടുക്കുന്നതാണ് എന്ന്. അള്ളാഹു തന്നെ അയാളുടെ കടം എന്ത് ചെയ്യും? വീട്ടിൽ കൊടുക്കും. അതിനുള്ള മാർഗം ചില ആൾ ചോദിക്കും, അള്ളാഹു ബാങ്കിൽ നിന്ന് നേരിട്ട് നമുക്ക് എന്ത് ചെയ്തോ ഫണ്ട് അയച്ചു തരുമോ എന്ന്. അല്ല, അള്ളാഹു അതിനുള്ള വഴികൾ തുറന്നു തരും. റബ്ബ് അതിനുള്ള മാർഗങ്ങൾ നമുക്ക് കാണിച്ചു തരും. എന്നിട്ട് പറയുകയാണ് വഖുദിയത ഹാജത്തുഹു, അയാളുടെ ഖൽബിലെ ഹാജത്തുകൾ, ആവശ്യങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കും. കടം വീട്ടുക മാത്രമല്ല, മഹാനവറുകൾ പറഞ്ഞു തരികയാണ്, അലിയാർ തങ്ങൾ പറയുകയാണ് വഖുദിയത ഹാജത്തുഹു, ആ വ്യക്തി ഇനി ഖൽബിൽ എന്തെങ്കിലും നല്ല ആഗ്രഹങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ, നല്ല മുറാദുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതും റബ്ബ് സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ച് നൽകും. എന്നിട്ട് ഫൽയഖ്റ ബഅദഹ ഹാദ ദുആ, ഈ ഒരു 4 സൂറത്തുകൾ പാരായണം ചെയ്തതിനു ശേഷം ഞാൻ ഈ പറയുന്ന ദുആ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? മഹാനവറുകൾ പഠിപ്പിച്ചു തരികയാണ്. ഏതാണ് ആ ദുആ? യാ റാസിഖസ് സായിലീൻ, യാ റാഹിമൽ മസാകീൻ, യാ വലിയൽ മുഅ്മിനീൻ, യാ ഗിയാസൽ മുസ്തഗീസീൻ, യാ അർഹമർ റാഹിമീൻ. ഇതിനുശേഷം ഒരു സ്വലാത്ത്, സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ. അതിനുശേഷം മഹത്തായ ദുആ പറയുക, വഖ്ഫിനി ബിഹലാലിക അൻ ഹറാമിക വബിതാഅതിക അൻ മഅസിയതിക വബിഫദ്ലിക അമ്മൻ സിവാക് യാ ഇലാഹൽ ആലമീൻ. അതിനുശേഷം ഒരു സ്വലാത്ത് കൂടി ചൊല്ലി അത് പൂർത്തിയാക്കുക, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ ആലിഹി അജ്മഈൻ. ഞാൻ ഒന്നുകൂടെ ഒന്ന് ചൊല്ലിത്തരാം. യാ റാസിഖസ് സായിലീൻ, യാ റാഹിമൽ മസാകീൻ, യാ വലിയൽ മുഅ്മിനീൻ, യാ ഗിയാസൽ മുസ്തഗീസീൻ, യാ അർഹമർ റാഹിമീൻ, സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ്, വഖ്ഫിനി ബിഹലാലിക അൻ ഹറാമിക് വബിതാഅതിക അൻ മഅസിയതിക് വബിഫദ്ലിക അമ്മൻ സിവാക് യാ ഇലാഹൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ ആലിഹി അജ്മഈൻ. മഹാനവറുകൾ പറയുക, ഈ ഒരു ദുആ കൂടി ഈ 4 സൂറത്ത് പാരായണം ചെയ്തിട്ട് ആരെങ്കിലും ദുആ എന്നാൽ അയാളുടെ കടങ്ങൾ വീട്ടപ്പെടുകയും കൽബിൽ ഉദ്ദേശിച്ച ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് കിട്ടുകയും ചെയ്യുന്നതാണ് എന്ന് അമീറുൽ മുഅ്മിനീൻ പഠിപ്പിച്ചു തന്നതല്ലേ. നബിതങ്ങളിൽ നിന്ന് കേൾക്കാത്തത് അവർ പറയൂലല്ലോ. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച മഹത്തായൊരു മാർഗ്ഗമാണ് നമ്മുടെ എല്ലാ കടങ്ങളും വീട്ടാനുള്ള വഴി. അള്ളാഹു എല്ലാ കടങ്ങളിൽ നിന്ന് നമ്മളെയൊക്കെ മോചിപ്പിക്കുമാറാകട്ടെ. എല്ലാ കടങ്ങളും വീട്ടി സന്തോഷമുള്ള സമാധാനമുള്ള ജീവിതം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. മറ്റവസരത്തിൽ കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും.